കിട്ടി പോയിട്ടല്ലേ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. പുതിയ വർഷത്തിൽ എല്ലാവരും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ലൈഫ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളും തോട്ട്സും ഒക്കെ ആയിട്ട് സൂപ്പറായിട്ടിരിക്കുന്നു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ. ഇവരെയൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഇതൊക്കെ ആരാന്ന്? ഇതൊക്കെ എൻ്റെ ഫാമിലി ആട്ടോ. എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ സിസ്റ്ററുടെ ഹസ്ബൻഡ്, മോൻ. അപ്പോൾ അവരെല്ലാവരും കൂടി ചെന്നൈ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഡിസംബർ പകുതിയോടെയാണ് അവർ വന്നത്. 3 ദിവസമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ വന്ന അന്ന് ആകെ ക്ഷീണമൊക്കെ ആയിരുന്നു, പുറത്തു പോയില്ല. പിറ്റേ ദിവസം ഞങ്ങളൊന്ന് പുറത്തു പോയായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും ഞാനങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ മഹാബലിപുരം പോയത്. അപ്പോൾ നമ്മൾ ഇന്ന് നേരെ പോകുന്നത് മഹാബലിപുരത്തേക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1.25 മണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ. അപ്പോൾ മഹാബലിപുരം എന്ന് പറഞ്ഞാൽ തന്നെ ചരിത്ര സ്മാരകങ്ങളൊക്കെയുള്ള ഒരു സ്ഥലമാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ വാസ്തു ശില്പകലയുടെയൊക്കെ ഒരു വളരെ മനോഹരമായിട്ടുള്ള സ്മാരകങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കവാടം കടന്ന് നേരെ അകത്തേക്ക് പോയി. അതായത് ECR റോഡിൽ കൂടെ സ്ട്രെയിറ്റ് പോവുക. ഈ റോഡ് സ്ട്രെയിറ്റ് പോകുന്ന പോണ്ടിച്ചേരിയിലേക്കാണ് കേട്ടോ ECR. അപ്പം നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ റോഡുള്ളത്. അങ്ങനെ നേരെ വന്നു കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ മഹാബലിപുരത്തിൻ്റെ ഇതുപോലെ ഒരു കവാടമൊക്കെ ഉണ്ടാവും. അത് കിടന്ന് നേരെ അകത്തേക്ക് വരാം. അപ്പം കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇതുപോലെ ഈ പാറകളിലൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്ന രൂപങ്ങളും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. എങ്ങോട്ട് നോക്കിയാലും നല്ല നല്ല ഫ്രെയിംസാണ് അവിടെ. അപ്പം ഇതുപോലത്തെ ഈ ശില്പങ്ങൾ, കല്ലിൽ കൊത്തിവെച്ച ശില്പങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമല്ല, ഇടവിട്ട് 2-3 സ്ഥലത്ത് ഇതുപോലെ നിറയെ ശില്പങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പല്ലവ രാജാക്കന്മാരാണ് ഇത് ചെയ്തിരിക്കുന്നത്. 7-8 നൂറ്റാണ്ടുകളിലൊക്കെ ആയിട്ടാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ നേരെ കാണുന്നത് ഇത് 5 രഥങ്ങളാണ് കേട്ടോ. 5 രഥാസ് എന്നാണ്. അപ്പോൾ ഈ രഥങ്ങൾ ഒറ്റക്കല്ലിലാണ് എല്ലാം ഉണ്ടാക്കിയേക്കണത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഈ രഥങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രതിഷ്ഠ ഒന്നും നടത്തിയിട്ടില്ല. അമ്പലം പോലത്തെ ഒരു മാതൃകയിലൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പ്രതിഷ്ഠ ഒന്നും നടത്തിയിട്ടില്ല കേട്ടോ. ഇത് ഒറ്റക്കല്ലിലുള്ള ആനയാണ്. ഒറ്റക്കല്ലുള്ള സിംഹം, ആന, അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. അത് കാണാൻ തന്നെ നല്ല സൈസാണ് കേട്ടോ. നമ്മൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എത്രമാത്രം മനസ്സിലാവേണ്ടെന്ന് അറിയില്ല. നല്ല വലുതാണ്. അതും ക്ഷേത്രങ്ങളുടെ ആ രൂപത്തിലുള്ളതിൻ്റെ കൊത്തുപണികളൊക്കെ അടിപൊളിയാണ്. നമ്മളിങ്ങനെ കണ്ടു നിന്ന് പോവും. അപ്പോൾ ഇതിലൊന്നും പ്രതിഷ്ഠയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അകത്ത് കയറിയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടൊക്കെ ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ലതായിട്ട് ഫോട്ടോസ് എടുക്കാം. നല്ല നല്ല ഫോട്ടോസ് എടുക്കാം. എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല നല്ല ഫ്രെയിംസാണ് കേട്ടോ. അപ്പോൾ ഈ സ്മാരകങ്ങളൊക്കെ യുനെസ്കോയിൽ 1984 തോന്നുന്നു യുനെസ്കോ ചരിത്ര സ്മാരകങ്ങളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ടിക്കറ്റ് എടുത്താണ് ഇതിലകത്തേക്ക് കയറാൻ പറ്റുക. അപ്പോൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്ത് കയറാം. ഒരൊറ്റ ടിക്കറ്റേ ഉള്ളൂ. എല്ലായിടത്തും നമുക്ക് ആ പാസിൽ കയറാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പാറും കുഞ്ഞുണ്ണി ഉള്ളതുകൊണ്ട് ഭയങ്കര കളിയാണ് കേട്ടോ. അനിയത്തിയുടെ മോനാണ് കുഞ്ഞുണ്ണി. അപ്പം എൻ്റെ അച്ഛനും അമ്മയും ഇവിടെയൊക്കെ വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അവരങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല. യാത്രകളോടൊന്നും അച്ഛന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യാത്രകളൊക്കെ വളരെ കുറവായിരുന്നു അച്ഛനും അമ്മയ്ക്കും. അപ്പം ഇങ്ങനെ പോകുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ യാത്ര. അങ്ങനെ അത് കാരണം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അച്ഛന് സന്തോഷമില്ല എന്നൊന്നുമില്ല, എന്നാലും കൂടുതൽ സന്തോഷം അമ്മയ്ക്കാണ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പം. അപ്പം
എന്തായാലും ഇവിടെ കൊണ്ടുവരണം അച്ഛനും അമ്മേനെയൊക്കെ ഇതൊക്കെ ഒന്ന് കാണിക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ അവർക്ക് വരാനുള്ളൊരു സാഹചര്യം ഒത്തു വന്നാലേ വരാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തായാലും ഇത്തവണ വന്ന് അങ്ങനെ 1-2 സ്ഥലത്ത് പോകാൻ പറ്റി. പെട്ടെന്ന് പോയതുകൊണ്ട് ഒരുപാടൊന്നും സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല. എന്തായാലും ആ ഉള്ള സമയത്ത് പോകാൻ പറ്റുന്നിടത്തൊക്കെ പോയി. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പാറുവാണേ കുഞ്ഞുണ്ണി ചെന്നൈയിൽ എന്താ വരാത്തതെന്ന് ചോദിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. കുഞ്ഞുണ്ണി വന്നു കഴിഞ്ഞപ്പോഴാണ് ആൾക്കൊരു സമാധാനമായത്. അപ്പം പിള്ളേർക്കും നല്ല രസമായിട്ട് അവിടെ എൻജോയ് ചെയ്യാം കേട്ടോ. കുറച്ച് സ്ഥലം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കാം. അപ്പോൾ ഈ 5 രഥങ്ങളുടെ ഇത് ഓരോന്നും ഓരോ പേരുണ്ട്. പഞ്ചപാണ്ഡവരുടെ പേരാണ് കേട്ടോ ഈ 5 രഥങ്ങളും. ഈ കാണുന്നതൊക്കെയാണ് ഓരോ മണ്ഡപങ്ങൾ പോലെ കാണുന്നതാണ് രഥങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ഓരോ രഥമാണ്. അപ്പം ഇതിൻ്റെയൊക്കെ പേര് ധർമ്മരാജരഥം. പഞ്ചപാണ്ഡവരുടെ പേരാണ് കേട്ടോ. ധർമ്മരാജരഥം, ഭീമരഥം, അർജുനരഥം, നകുല സഹദേവരഥം, പിന്നെ ദ്രൗപദി രഥം. അങ്ങനെ 5 പേരുടെയും പേരിലാണ് 6 പേരുടെ പേരിൽ ദ്രൗപദിയുടെ പേരും കൂടെ ഉണ്ട്. അപ്പോൾ നല്ല നമുക്ക് കണ്ട് നടക്കാനും ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാനും പറ്റിയ സ്ഥലമാണ്. ചെന്നൈ വരുവാണെങ്കിൽ മഹാബലിപുരം മിസ്സാക്കരുത് കേട്ടോ. ഒരു ദിവസം മഹാബലിപുരത്തിന് വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. ചെന്നൈയിൽ വരുന്ന സമയത്ത് ഒരു ദിവസം കാണാനുള്ള കാഴ്ചകൾ ഇവിടെ ഉണ്ട്. നന്നായിട്ട് എൻജോയ് ചെയ്യാം. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് 5 രഥാസ് ആദ്യം കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ആർക്കിടെക്ചർ അനുസരിച്ചിട്ടാണിത് പണിതിരിക്കുന്നതെങ്കിലും നമുക്ക് കേരളത്തിലുള്ള ആ ഒരു രീതിയായിട്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് ഒരു പുതുമ തോന്നും. കാരണം നമ്മുടെ അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഫുള്ളിങ്ങനെ കൊത്തുപണികൾ നിറയെയുള്ള ടൈപ്പ് വളരെ കുറവല്ലേ. നമ്മളുടെ ഒരു വാസ്തു ഇത് വേറെയാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു പുതുമ തോന്നും കേട്ടോ. പിന്നെ നമുക്ക് ഒരു അത്ഭുതം തോന്നുക, ഇതൊക്കെ പണ്ട് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എത്ര ഭംഗിയായിട്ടാണ് ചെയ്തിരുന്നത്, എത്ര നല്ല കലാകാരന്മാരായിരുന്നു അന്ന് ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ ആലോചിച്ച് പോകും. അത്രയ്ക്കും ഭംഗിയായിട്ടാണ് കേട്ടോ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഒറ്റ കല്ലിലൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമാണ് തോന്നുക. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആ ഫോട്ടോസൊക്കെയാണ് ഇപ്പം കണ്ടത്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് കേട്ടോ വീഡിയോസൊക്കെ എടുത്തിരിക്കുന്നത്. കാരണം പാറുവിനെയും ഈ കുഞ്ഞുണ്ണീനെയും കൂടെ മാനേജ് ചെയ്യൽ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അവരുടെ പുറകെയുള്ള ഓട്ടവും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഫാമിലിയായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല വെതറായിരുന്നു. ഡിസംബറിൽ ചെന്നൈയിലെ വെതർ നല്ലൊരു വെതറാണ്. ഡിസംബർ ജാനുവരി. അപ്പം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനാണെങ്കിൽ നമ്മൾ ഒട്ടും ടയേർഡാവില്ല. ചെറിയ രീതിയിൽ വെയിലുണ്ടെങ്കിൽ പോലും നമ്മളങ്ങനെ വിയർക്കില്ല. അതുപോലത്തെ ഒരു ക്ലൈമറ്റാണ്. നമുക്ക് നല്ലൊരു തണുപ്പ് എപ്പോഴും ഫീൽ ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഈവനിങ് ആയിട്ടും ആരും അങ്ങനെ ടയേർഡായൊന്നുമില്ല കേട്ടോ. പ്രായമായ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരൊന്നും ഒരു ടയേർഡായിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നതായിട്ട് നമുക്കൊരു അനുഭവമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ ഒരു സമയവും കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം വരാനായിട്ട്. ഭയങ്കര വെതർ കണ്ടീഷൻ മോശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായി പോകും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിച്ചിട്ടാണ് ഇനി വേറെ സ്ഥലത്തേക്ക് പോകുന്നത്. ഒരുപാട് ദൂരമൊന്നുമില്ല സ്ഥലങ്ങൾ തമ്മിൽ. അപ്പം ഞങ്ങളൊന്ന് റിഫ്രഷ് ആയിട്ട് ഇവിടെ ഒരു ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ നടന്ന് ഒന്ന് കണ്ടിട്ട് നമ്മുടെ വണ്ടി അപ്പുറത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഫുഡ് കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമില്ലേ സൗണ്ട് കേൾക്കാനായിട്ട്. അപ്പം ഞാനൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഈ ഒരൊറ്റ വ്ളോഗിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. അങ്ങനെ നമ്മുടെ മഹാബലിപുരത്തിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് എന്നെ അറിയിക്കണം, മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.